നമസ്കാരം. കേരളത്തിലെ മഹിളാ സംഘടനകൾ ഇതൊന്ന് കാണണം, നിങ്ങളൊരു മാതൃകയാക്കണം, കണ്ട് പഠിക്കണം. BJP തൃശ്ശൂരിൽ നടത്തിയ വനിതാ സമ്മേളനം, അത് ഇതിനു മുമ്പ് പല രാഷ്ട്രീയ പ്രസ്ഥാനക്കാരും രാഷ്ട്രീയ പാർട്ടിക്കാരും മഹിളാ സമ്മേളനങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മഹിളകളുടെ വലിയൊരു യോഗം വിളിച്ചു കൂട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ കാണുന്നത് ആ വേദികളിൽ നിറഞ്ഞിരിക്കുന്ന ആണുങ്ങളെയാണ്, സ്ത്രീകളെയല്ല. സ്ത്രീ നേതാക്കൾ നിരവധി ഉണ്ടെങ്കിലും അവരുടെ വലിയ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഒരുപക്ഷെ അതിൽ സ്ത്രീ നേതാക്കന്മാരുണ്ടാകും. അതായത് ഹാളിൽ നടക്കുന്ന സമ്മേളനങ്ങൾ. ഇതുപോലൊരു പൊതുപരിപാടി, പൊതുസമ്മേളനം, സ്ത്രീകളുടെ സമ്മേളനം നടത്തുമ്പോൾ അത് ഈ സമ്മേളനം കഴിഞ്ഞിട്ടുള്ള പൊതുപരിപാടിയിൽ പോലും നമ്മൾ കണ്ടിട്ടുള്ളത് CPM-ന്റെ മഹിളാ ഫെഡറേഷനും CPI-യുടെ മഹിളാ സംഘവും കോൺഗ്രസിൻ്റെ മഹിളാ കോൺഗ്രസും ഒക്കെ നടത്തുന്ന വലിയ റാലികളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ സ്ത്രീകളുടെ റാലി എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന, സ്ത്രീകളുടെ സമ്മേളനം എന്ന് പറഞ്ഞ് നടത്തുന്ന, പൊതുസമ്മേളനം എന്ന് പറഞ്ഞ് നടത്തുന്ന പരിപാടികളിലെല്ലാം ആണുങ്ങൾ വേദിയിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നതാണ്. മുസ്ലിം ലീഗിന്റെ യോഗത്തിൽ മഹിളാ സമ്മേളനം എന്ന് പറഞ്ഞ് നടക്കുന്നിടത്ത് ആകെ ഒന്നരയോ വനിതാ നേതാക്കൾ മാത്രമാണ് അവിടെ ഉണ്ടാകുന്ന പ്രസംഗിക്കാനിരിക്കുന്നത്. ബാക്കി നിറയെ ആണുങ്ങളായിരിക്കും നമ്മൾ കാണുന്നത്. കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു രീതി അതിയാണ്. ഇതാ തൃശ്ശൂരിൽ നടക്കുന്ന വനിതാ സമ്മേളനം ഒന്ന് കണ്ടുപഠിക്കൂ. ഈ കേരളത്തിലെ രാഷ്ട്രീയ സംഘടനകളെ അല്ലെങ്കിൽ വനിതാ സംഘടനകളെ. അവിടെയാണ് സ്ത്രീ ജാഗരൻ എന്ന് പറയുന്നതും സ്ത്രീ ശക്തി എന്ന് പറയുന്നതും അവിടെ കാണുന്നത്. നമ്മൾ നാരി ശക്തി എന്നാണ് അതിനെ പറയുന്നത്. CPM ഒക്കെ സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ ഇങ്ങനെ വാചകം അടിക്കാറുണ്ട്. പക്ഷേ വീട്ടിലെ സ്ത്രീകളോട് പോലും മാന്യമായി പെരുമാറാത്ത നേതാക്കന്മാരാണ് നിരവധി ഉള്ളത്. എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പോട്ടെ, എന്തായാലും ഈ ഡൽഹി നമ്മുടെ തൃശ്ശൂരിൽ കണ്ട ഈ സമ്മേളനം കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി കണ്ടു പഠിക്കണമെന്ന് ഞാൻ പറയാൻ കാരണം, അവിടെ വേദിയിൽ ആകെ ഉദ്ഘാടനം ചെയ്യാമെന്ന പ്രധാനമന്ത്രി എന്ന തരത്തിലായതുകൊണ്ട് മാത്രം അവിടെ ഒരു പുരുഷനുണ്ട്. പിന്നെ സുരേഷ് ഗോപി ഉണ്ട്. കാരണം സുരേഷ് ഗോപി അവിടെ കൊണ്ടുവന്നതിന് പ്രത്യേക ലക്ഷ്യമുണ്ട്. അത് സ്ഥാനാർത്ഥി എന്ന അത് തന്നെയാണ് നമ്മൾ അതിൽ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് മാത്രം ആ രണ്ട് കാര്യങ്ങൾ ഒഴിച്ചാൽ സമ്മേളനം തുടങ്ങിയതും പ്രധാനമന്ത്രി വരുന്നതിന് മുമ്പ് തന്നെ സമ്മേളനം തുടങ്ങി. അതിൽ സമ്മേളനത്തിൽ പ്രധാനമായിട്ടും പങ്കെടുക്കുന്നതും അധ്യക്ഷം വഹിക്കുന്നതും പ്രസംഗിക്കുന്നതും എല്ലാം വനിതകൾ തന്നെയാണ്. അതിൽ നടി ശോഭന, അത് കഴിഞ്ഞ് PT ഉഷ, പിന്നെ ഉമാ പ്രേമൻ, മിന്നു മണി, അത് കഴിഞ്ഞ് ബീന കണ്ണൻ, മറിയക്കുട്ടി, അതുപോലെ വൈക്കം വിജയലക്ഷ്മി. ഇങ്ങനെ 7 മഹിളാ രത്നങ്ങളാണ് അവിടെ വേദിയിൽ നിറഞ്ഞിരിക്കുന്നത്. ആ വേദിയിൽ യോഗം തുടങ്ങിയതും അവരുടെ നേതൃത്വത്തിലാണ്. ഇവിടെയാണ് നമ്മൾ കാണുന്നത്. ഒരു വനിതാ വിഷയം പറഞ്ഞുകൊണ്ട് സെക്രട്ടേറിയറ്റ് മുന്നിൽ ഒരു യോഗം നടത്തുകയാണെങ്കിൽ, വനിതകളുടെ ഒരു സ്ത്രീ പീഡനത്തിനെതിരെ ഒരു വലിയൊരു പ്രതിഷേധ സമരം സെക്രട്ടേറിയറ്റ് മുന്നിൽ വനിതാ സംഘടന നടത്തിയാലും അത് ഉദ്ഘാടനം ചെയ്യുന്നത് പുരുഷ നേതാവായിരിക്കും. ഈ ആത്മാഭിമാനം എന്നത് ഈ വനിതാ നേതാക്കൾക്ക് തൊട്ട് തീണ്ടിട്ടില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ വനിതാ നേതാവ് ഈ പുരുഷ നേതാവിൻ്റെ അടുത്ത് ചേർന്ന് നിന്ന് മിണ്ടാതെ നിൽക്കും. ഈ സ്ത്രീ പീഡനത്തിനെതിരായിട്ടും സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സംസാരിക്കുകയും ആ സ്ത്രീ പീഡനത്തിനെതിരായിട്ട് വനിതകൾ നടത്തിയ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ആ പുരുഷനായിരിക്കും. പിന്നെ എന്താണ് ഇവരെന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? ഇവർക്കെന്തുകൊണ്ട് ഇവരുടെ ഒരു നേതാവിനെ ഇവർ സംഘടിപ്പിച്ച ഒരു പരിപാടിക്ക് എന്തുകൊണ്ട് വനിതകൾക്ക് തന്നെ ഉദ്ഘാടനം ചെയ്തുകൂടാന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്കറിയാം. കാരണം ഗാർഹിക പീഡനത്തിന് പോലീസ് കേസ് കൊടുത്ത ഭാര്യ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ കേസ് എടുക്കുകയും അതിനുശേഷം പിന്നീട് രാഷ്ട്രീയ നേതാവായതുകൊണ്ട് പല നേതാക്കളും കൂടെ ചേർന്നുകൊണ്ട് അതിനെ ഒത്തീർപ്പാക്കുകയും ചെയ്ത കഥകൾ എനിക്കറിയാം. അങ്ങനെയുള്ള രാഷ്ട്രീയ നേതാവ് പോലും രാഷ്ട്രീയ പീഡനത്തിന്റെ പേരിൽ, വനിതാ പീഡനത്തിന്റെ പേരിൽ നടത്തുന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാവുന്ന കാഴ്ചയും ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കറിയാവുന്നതാണ്. അവിടെയാണ് നമ്മൾ BJP-യുടെ ഈ തൃശ്ശൂരിലെ വനിതാ സമ്മേളനത്തെ നോക്കിക്കാണേണ്ടതും വിലയിരുത്തേണ്ടതും. വനിതാ സംഘടനകൾ ആയാൽ ഇങ്ങനെ ഇരിക്കണം. നോക്കൂ, വേദിയിലും സദസ്സിലും നിറയെ സ്ത്രീകൾ മാത്രം.